ബന്ദികളുടെ മോചനത്തിനായി നടത്തുന്ന ശ്രമങ്ങളോട് ഹമാസ് സഹകരിക്കുന്നില്ലെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ. ബന്ദികളുടെ പേരുവിവരങ്ങൾ പോലും നൽകാൻ ഹമാസ് തയ്യാറാകുന്നില്ല. പല ഘട്ടങ്ങളായുള്ള ബന്ദികളുടെ മോചനമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. 3 ഘട്ടമായി ബന്ദികളുടെ മോചനം ഉറപ്പാക്കുക എന്നതാണ് ഇസ്രയേൽ നിർദ്ദേശവും. എന്നാൽ ഹമാസിൻ്റെ സഹകരണം കുറവെന്നും സള്ളിവൻ പറഞ്ഞു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിവരങ്ങൾ. നിഖിൽ, തീർച്ചയായും ബന്ദികളുടെ മോചനത്തിനായി കാര്യമായൊരു ഇടപെടലോ അല്ലെങ്കിൽ ഒരു മുൻ നീക്കങ്ങളോ നടത്തുന്നില്ല ഹമാസിന്റെ ഭാഗത്തു നിന്ന് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ജേക്ക് സള്ളിവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതീവ ഗുരുതരമായ ഒരു ആരോപണമായി തന്നെ ഇതിനെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, ബന്ദികളുടെ മോചനത്തിനായുള്ള അന്ത്യശാസനം പോലും ട്രംപ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം, ഹമാസിനെ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ രാജ്യങ്ങൾ ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറും മുന്നിട്ടിറങ്ങുകയും ചെയ്തത്. ഇത്തരത്തിൽ 2 രാജ്യങ്ങളും മുന്നിട്ടിറങ്ങുകയും അതുപോലെ തന്നെ ജേക്ക് സള്ളിവൻ ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ ഉടനെ വരുന്നതും. എന്നാൽ ജേക്ക് സള്ളിവൻ അല്പസമയം മുമ്പ്, ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. കാര്യമായ വിവരങ്ങളൊന്നും നൽകുന്നില്ല, ബന്ദികളുടെ പട്ടിക പോലും നൽകാൻ തയ്യാറാകുന്നില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം എടുത്തു പറയുന്നത് 3 ഘട്ടമായുള്ള ബന്ദികളുടെ മോചനമാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശമാണ് ഇസ്രായേൽ നേരത്തെ മുന്നോട്ട് വെച്ചത്. 100ഓളം പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിൽ ടണലുകളിൽ ബന്ദികളായി കഴിയുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ ആ ബന്ദികളുടെ പട്ടിക പോലും നൽകാൻ തയ്യാറാകാതിരിക്കുകയും എങ്ങനെയാണ് മോചനം യാഥാർത്ഥ്യമാക്കേണ്ടത് എന്നത് സംബന്ധിച്ചൊരു ധാരണയിലേക്ക് പോലും എത്താതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതീവ ഗുരുതരമായ ഒരു വിഷയമായി ഇപ്പോൾ ജേക്ക് സള്ളിവൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ശരി ഐസൻ, ബന്ദികളുടെ മോചനത്തിനായി നടത്തുന്ന ശ്രമങ്ങളോട് ഹമാസ് സഹകരിക്കുന്നില്ലെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.